to predict or assign probability to text, which can be useful in tasks like machine translation, speech recognition, and autocomplete features. അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിളിൽ ഐ വെന്റ് ടു ദ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യും മൂവീസോ പാർക്കോ ആയിട്ട്. It assigns probabilities to these guesses based on how likely that are. അപ്പോ ഇതാണ് നമ്മൾ ആ ലാംഗ്വേജ് മോഡലില് പ്രോബബിലിറ്റീസ് ടു ടെക്സ്റ്റ് ആണ്. അപ്പോൾ അത് മെഷീൻ ട്രാൻസ്ലേഷനില്, സ്പീച്ച് റെക്കഗ്നേഷനില്, ഓട്ടോ കംപ്ലീറ്റ് ഫീച്ചേഴ്സിലും ഒക്കെ അത് യൂസ്ഫുൾ ആണ്. എൻഗ്രാം മോഡൽസ് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതാ, എങ്കിലും ഒന്ന് നോക്കിയേക്കാം. An engram model is one of the simplest ways to build a language model by counting how often word sequence occurs. അപ്പൊ അത് ബ്രേക്ക് ഡൗൺ ചെയ്യും ഒരു സെന്റൻസിനെ സിംഗിൾ വേർഡ്സ് ആയിട്ട്, പെയേഴ്സ് ആയിട്ട്, ട്രിപ്പിൾസ് ആയിട്ട്. അവിടെയാണ് നമ്മൾ എൻഗ്രാം മോഡൽസ് പറയുന്നത്. ഇറ്റ് കാൽക്കുലേറ്റ്സ് പ്രോബബിലിറ്റീസ് ബൈ കൗണ്ടിങ് how often a word or sequence appears in a large data set. Engram models in the രാഹുല ഒരു മിനിറ്റ്. ഹലോ. ഈ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? നേരത്തെ എഴുന്നേക്കത്തില്ല അല്ലേ? ശരി ശരി, ഓക്കെ. ഞാൻ വല്ല വെളുപ്പിനെ വിളിക്കാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു ഞാൻ. അപ്പൊ ശരി. ഹലോ ഋതുൽ. ഹലോ ഹലോ ഹലോ. ഹലോ ഋതുലെ. കേക്കാലോ അല്ലെ? ഞാൻ ഇടയ്ക്കൊരു ഫോൺ അറ്റൻഡ് ചെയ്താ. കേക്കാലോ അല്ലെ? ഓക്കെ. അപ്പോ എൻഗ്രാം എന്ന് പറയുന്ന സിംഗിൾ വേർഡ്, പേയേഴ്സ്, ട്രിപ്പിളറ്റ്സ് ആണെന്ന് പറഞ്ഞു. അതില് യൂണിഗ്രാം എന്ന് പറഞ്ഞാല് സിംഗിൾ വേർഡ് ആണ്. പ്രോബബിലിറ്റി മൂവീസ് ഈസ് based on how often it appears in the day. ബൈഗ്രാംസ് എന്ന് പറയുന്നത് പേയേഴ്സ്, to the trigram, probability of movies depends on when to the. അത് ക്ലിയർ ആണല്ലോ അല്ലെ? അത് ക്ലിയർ. അതായത് ഒരു സിംഗിൾ വേർഡിനെ ബേസ് ചെയ്ത്, അപ്പോ ബേസ്ഡ് ഓൺ ഹൗ ഓപ്പൺ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ഡേ. ആ മൂവീസ് എന്ന് പറയുന്ന വാക്ക് എത്രത്തോളം അപ്പിയർ ചെയ്യുന്നുണ്ട് അതിനെ ബേസ് ചെയ്ത് ഒന്നോ. ഇത് രണ്ടാമത്തെ രണ്ട് വാക്കിനെ ടു ദീനെ ബേസ് ചെയ്തിട്ട് ആ മൂവീസിനെ നോക്കുക. മൂന്നാമത്തത് വെൻ ടു ദി. നേരത്തെ ഒരു
നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. അതായത് ഐ വെൻ ടു ദി എന്ന് പറഞ്ഞില്ലേ, ഐ വെൻ ടു ദി എന്ന് അടിച്ചപ്പോ മൂവീസ് എന്നോ പാർക്ക് എന്നോ വരണം അല്ലെ? അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാ പറയുന്നത്, ആ എക്സ്പ്ലനേഷൻ ഈ പറയുന്നത്. അപ്പൊ ആ ടു ദി എന്ന് പറഞ്ഞിട്ടുള്ള 2 വാക്കിനെ ബേസ് ചെയ്ത് മൂവീസ്, പിന്നെ വെൻ ടു ദി എന്ന് പറഞ്ഞ 3 വാക്കിനെ ബേസ് ചെയ്ത മൂവീസ്. ഓക്കെ, പിന്നെ ആദ്യത്തേത് പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞു. ഇതിന്റെ എൻഗ്രാമിന്റെ ചലഞ്ചസ് നോക്കാം. ലോങ്ങർ സീക്വൻസ് ആർ ഹാർഡ് ടു എസ്റ്റിമേറ്റ് ബിക്കോസ് ദേ റെയർലി അപ്പിയർ ഇൻ ദി ട്രെയിനിങ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. വലിയ നീളമുള്ള സെന്റൻസ് ആണെങ്കിൽ ട്രെയിനിങ് ഡേറ്റയിൽ അത്ര നീളമുള്ള സെന്റൻസ് കാണില്ല. ഉദാഹരണം, I walked the dog and then might not appear in the data, so the model can't assign a probability. അതാണ് അതിന്റെ ഒരു പ്രശ്നം, സ്പാർസിറ്റി ആണ്. പിന്നെ ഫിക്സ്ഡ് കണ്ടന്റ്. എൻഗ്രാം മോഡൽസ് can only look at a fixed number of previous words. അപ്പോ അങ്ങനെ ഒരു പ്രശ്നം, അതായത് 1, 2, 3 അങ്ങനെ നമ്പർ വെച്ചിട്ടാ. അപ്പൊ ലോങ്ങർ സെന്റൻസ് ആണെങ്കിൽ അത് പ്രശ്നമാവും. They can't remember long-term context like earlier sentence. പിന്നെ ഇതിനൊരു സ്റ്റോറേജ് ഇഷ്യൂ കൂടെ ഉണ്ട്. As sequence get longer, the number of combination grows exponentially. അപ്പോ ആ സീക്വൻസ് വലുതാകുമ്പോ അതിന്റെ കോമ്പിനേഷൻ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇതാണ് എൻഗ്രാം മോഡൽസിന്റെ പ്രശ്നം. 1, നീളമുള്ളത് സ്റ്റോർ ചെയ്യാറില്ല. 2, ഈ ഫിക്സ്ഡ് കണ്ടെക്സ്റ്റിന്റെ ആണ്. 3, ഇതിന്റെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ആ എല്ലാ പ്രോബബിലിറ്റീസിനെയും കണ്ടന്റ് സ്റ്റോർ ചെയ്യാനുള്ള പ്രശ്നം. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ഈ എൻഗ്രാം മോഡൽസ് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്? ആദ്യം ഹയസ്റ്റ് പ്രോബിലിറ്റി ഉള്ള വേർഡ് പിക്ക് ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഐ വെൻ ടു ദി, അത് ചൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള മൂവീസിനാണ്. അപ്പൊ മൂവീസ് എന്നുള്ള സെലക്ട് ചെയ്യും. ഓക്കെ, ഹയസ്റ്റ് പ്രോബിലിറ്റി ഉള്ളത്. അപ്പോ ഇവിടെ വേർഡ്സ് റാൻഡംലി ആണ്, പക്ഷെ പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് അത് പിക്ക് ചെയ്യുന്നത്. അപ്പോ ഒരു പ്രോബബിലിറ്റി പറയുകയാണ്, മൂവീസിന് 70% ചാൻസും പാർക്കിന് 30% ചാൻസ് ആണെങ്കിൽ മൂവീസ് ആണ് സാധ്യത കൂടുതൽ, പക്ഷെ അതിനൊരു ഗ്യാരണ്ടി ഇല്ല, വേറെ എന്തു ആകാം. അതാണ് അവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ ആ എൻഗ്രാം മോഡൽസിനെ സ്മൂത്ത് ചെയ്യുന്ന കാര്യം പറയുന്നു. Some word combination might have a 0 probability. ചില വാക്കുകളുടെ കോമ്പിനേഷന് വലിയ പ്രോബബിലിറ്റി ഇല്ല, അത് അങ്ങനെ ചേർത്തിട്ട് കാര്യമില്ല. If they don't appear in the training data. Smoothing steals a little probability from common combinations and gives it to unseen ones. നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. Denied the request might appear in the data, but denied the offer might not. ആ ഡിനൈഡ് ദി എന്നുള്ള കോമ്പിനേഷന്റെ കൂടെ റിക്വസ്റ്റും ഓഫറും. Smoothing assigns a small probability to offer even if it was not seen. അപ്പോ ചിലതിന് എക്സ്ട്രാ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു പരിപാടി അവിടെ പറഞ്ഞു.
ആ ഓഫറിനാണ് ഇച്ചിരി സാധ്യത കൂടുതൽ. Okay. ഹൗ ഡു വി നോ ഇഫ് എ മോഡൽ ഈസ് ഗുഡ്? അപ്പൊ ഇതിൽ ഏത് മോഡലാണ് ഗുഡ്? പെർപ്ലക്സിറ്റി മെഷർ ഹൗ കൺഫ്യൂസ്ഡ് എ മോഡൽ ഈസ് വെൻ പ്രെഡിക്റ്റിംഗ് ടെക്സ്റ്റ്. എത്രത്തോളം കൺഫ്യൂഷൻ ആണ് ഒരു മോഡല് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ലോവർ പെർപ്ലക്സിറ്റി ഉണ്ടെങ്കിൽ അതിനെ ബെറ്റർ ആയിട്ടാ പറയുന്നത് അടുത്ത വാക്ക് പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. ഇപ്പൊ മോഡൽ പ്രഡിക്ട്സ് ഐ വാക്ക് ദ ഡോഗ് വെൽ, ഇറ്റ് വിൽ ഹാവ് എ ലോവർ പെർപ്ലക്സിറ്റി. അപ്പൊ സാധ്യത കൂടുതലുണ്ടെങ്കിൽ പെർപ്ലക്സിറ്റി കുറവായിരിക്കും എന്നായി പറയുന്നത്. If it struggles and assigns equal probability to many words, അപ്പോ ധാരാളം വാക്കുകൾക്ക് ഈക്വൽ പ്രോബബിലിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ പെർപ്ലക്സിറ്റി കൂടുതലായിരിക്കും. അപ്പം ആ മോഡൽ അത്ര ശരിയല്ലാണ്ടാവും. പെർപ്ലക്സിറ്റി കൂടിക്കഴിഞ്ഞാൽ മോഡല് അത്ര നല്ലതല്ല എന്നർത്ഥം. ലിമിറ്റേഷൻസ് ഓഫ് എൻഗ്രാം മോഡൽ. Can't remember earlier parts of a long sentence or document. അപ്പോ എൻഗ്രാം ഈ ഒരു വാക്ക്, രണ്ട് വാക്ക്, മൂന്ന് വാക്ക്, അതിന് ലോങ് സെന്റൻസ് എടുക്കാൻ പറ്റില്ല. ഡേറ്റ ഡിപ്പെൻഡൻസ്. മോഡൽസ് ഡിപ്പെൻഡ് ഹെവിലി ഓൺ ദ ക്വാളിറ്റി ആൻഡ് സൈസ് ഓഫ് ദി ഡേറ്റ സെറ്റ്. അപ്പൊ ക്വാളിറ്റി നല്ലതല്ല ഡേറ്റ സെറ്റ് എങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ശരിയാകുകയില്ല. സിംപ്ലിസിറ്റി. N-gram models are not sophisticated enough for complex tasks like understanding long-term dependencies or generating. N-gram models are not sophisticated. ആ മോഡൽ അത്ര sophisticated അല്ല. Understanding long-term dependencies, generating coherent paragraph. ഇതിനെ ബേസ് ചെയ്ത് ഒരു 20 ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ലാംഗ്വേജ് മോഡൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് മോഡല് നെക്സ്റ്റ് വേർഡിനെ പ്രെഡിക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് വേർഡ്സിന് പ്രോബബിലിറ്റി അസൈൻ ചെയ്യും. എൻഗ്രാം മോഡൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വേർഡ് ബേസ്ഡ് ഓൺ പ്രീവിയസ് വേർഡ്സ് ഇൻ എ സെന്റൻസ്. ഓക്കെ. യൂണിഗ്രാം, ബൈഗ്രാം, ട്രൈഗ്രാം. സിംഗിൾ വേർഡ്, പെയർ, മൂന്ന് വാക്ക്. Unigram, it predicts probability of word based only on how often it appears in the data set. How does biogram model work? It predicts word based on the one word immediately before. Markov assumption. It assumes the next word depends only on a fixed number of previous words, not the whole sentence. That's a Markov assumption. What is the main limitation of N-gram models? They can't remember long-term context earlier. What is sparsity in N-gram model? Sparsity happens when longer word sequences rarely appear in the training data, making predictions unreliable. That's sparsity. How do N-gram models handle unseen word combination? They use smoothing, which assigns small probabilities to unseen combinations. Assign unseen combinations. What is smoothing in N-gram model? Smoothing redistributes probabilities from common word combination to a rare or unseen words. How do N-gram models generate text? By predicting one word at a time based on the probabilities of previous words. That's N-gram models generate. What is greedy decoding? A method where the model always picks the word with the highest probability. That's greedy decoding. A probability മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് അതിനെ ഗ്രീഡി എന്ന് പറയുന്നത്. പക്ഷെ പ്രോബബിലിറ്റിക്ക് വലിയ ചാൻസ് ഇല്ല. നമ്മൾ ആ മൂവിയും പാർക്കും പറഞ്ഞപ്പോ പ്രോബബിലിറ്റി കൂടുതൽ മൂവീസിനാ, പക്ഷെ എന്താ ഉറപ്പ് അത് പാർക്കല്ല. അതാണ് അവിടെ ആ ഗ്രീഡി ഡീകോഡിങ്ങില് മൂവീസ് തന്നെ വരുന്നത്, പക്ഷെ ഉറപ്പില്ല അത് പ്രൊഡിക്ഷൻ കറക്റ്റ് ആവും.
What is sampling in text generation? A method where the model randomly picks the next word weighted by its probability. Why is context important in language? Context helps models understand meaning and grammar, improving predictions. അപ്പോൾ അവിടെ മീനിങ് ഗ്രാമർ ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് പെർപ്ലക്സിറ്റി. നമ്മൾ പെർപ്ലക്സിറ്റി കുറവാണെങ്കിൽ എന്ന് പറഞ്ഞത്. Perplexity measures how well a model predicts the next word. Lower perplexity means better prediction. What happens when model has high perplexity? It means model is confused and considers many words equally like. അതാണ് high perplexity യുടെ കാര്യം. Why do longer prefixes improve in grammar? Longer prefixes provide more context, making predictions more accurate. What is the problem with the very long prefixes in n-gram model? Longer prefixes are rare, making hard to calculate reliable probability. What are word tokens and word type? Each occurrence of a word in a text and a token എന്ന് പറയും. Type എന്ന് പറയുന്നത് unique words in a vocabulary. Why are n-gram models limited for modern applications? They can handle long-term context, depend heavily on large data sets and storage index. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ അതിൻ്റെ ഒരു ചെറിയ അഡ്വാൻസിലേക്ക് പോകാം. അപ്പോ ഒരു ന്യൂറൽ ലാംഗ്വേജ് മോഡൽസ് ആണ് പറയുന്നത്. Neural language models predict next word in a sentence using advanced techniques. Unlike traditional models, example n-gram models, neural models learn patterns and relationship between words from data. അതാണ് neural language models. നമ്മൾ നേരത്തെ കണ്ട ടെക്നിക്സ് അല്ല, ഒരു പുതിയ അറിവ്. അപ്പോൾ ടൈപ്സ് ഓഫ് ന്യൂറൽ ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത് concatenation, recurrent, transformers. Concatenation എന്ന് പറയുന്ന കമ്പൈൻഡ് വേർഡ് റെപ്രസെന്റേഷൻ. അതിന് പറയുന്ന വാക്ക് എംബഡിങ് എന്നാണ്. അത് ഒരു വെക്ടറിലാണ്, അത് കൺകാറ്റിനേഷൻ ആണ് ഉപയോഗിക്കുന്നത്. യൂസ് ലേയേഴ്സ് ലൈക്ക് മാത്ത് ഇക്വേഷൻ ടു പ്രോസസ് ദിസ് ആൻഡ് പ്രെഡിക്ട് ദി നെക്സ്റ്റ് വേർഡ്. അപ്പൊ അതാണ് കൺകാറ്റിനേഷൻ. അതിനകത്ത് ലേയേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് RNN ആണ്, റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്. പ്രോസസ് സെന്റൻസസ് വേർഡ് ബൈ വേർഡ്, റിമെമ്പറിംഗ് ദ കണ്ടക്സ്റ്റ് ആസ് ദേ ഗോ. വേർഡ് ബൈ വേർഡ് ആണ്, അതിന്റെ കണ്ടക്സ്റ്റ് മനസ്സിലാക്കും അത് വായിച്ചു കഴിയുമ്പോൾ. ഗുഡ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫ്ലോ ഓഫ് സെന്റൻസ്, ബട്ട് സ്ലോവർ മേ ഫോർഗെറ്റ് ഡിസ്റ്റന്റ് വേർഡ്സ്. അപ്പൊ ആ സെന്റൻസിന്റെ ഫ്ലോ മനസ്സിലാക്കും, ദൂരെയുള്ള വാക്കുകൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി. ട്രാൻസ്ഫോമേഴ്സ് can focus on all words in a sentence at once, not just one at a time. ഈ ട്രാൻസ്ഫോമേഴ്സ് ആണ് ChatGPT ഉപയോഗിക്കുന്നത്. Widely used in advanced AI tools like AI tools like ChatGPT. അപ്പോൾ ഈ ട്രാൻസ്ഫോമേഴ്സ് ആണ് അതിൽ കൂടുതൽ ചെയ്യുന്നത്. ഇനി ന്യൂറൽ ലാംഗ്വേജ് മോഡലിന്റെ കീ പാർട്സ്. ഒന്ന് വേർഡ് എംബഡിങ്സ് ആണ്. ടേൺ വേർഡ്സ് ഇൻടു നമ്പേഴ്സ് ദാറ്റ് ക്യാപ്ചർ മീനിങ്. ലൈക്ക് ക്യാറ്റ് ആൻഡ് ഡോഗ് ഹാവ് സിമിലർ നമ്പർ. ഓരോ വാക്കിന് നമ്പർ കൊടുക്കുന്ന ഒരു പ്രക്രിയ. അടുത്താണ് സോഫ്റ്റ് മാക്സ് ലെയർ. കൺവേർട്സ് ദ മോഡൽസ് റോ ഔട്ട്പുട്ട് ഇൻടു പ്രോബബിലിറ്റീസ്. അപ്പൊ അവിടെ പ്രോബബിലിറ്റീസ് ആണ് അവിടെ കൊടുക്കുന്നത്. അവിടെ 80% ചാൻസ് നെക്സ്റ്റ് വേർഡ് ഇൻ ബുക്സ് അവിടെ പറഞ്ഞു. ആക്ടിവേഷൻ ഫംഗ്ഷൻ. ആഡ് ഫ്ലെക്സിബിലിറ്റി ടു ദ മോഡൽ. അതാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത്.
to learn better. RELU keeps positive values and drops negative. TANH keeps values between -1 and 1. അപ്പോൾ ഇതൊക്കെ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഈ മോഡൽസിനെ ട്രെയിൻ ചെയ്യുന്ന എങ്ങനെയാണ്? The models learn from examples like students open their ആ ഇൻപുട്ടിൽ നിന്ന് ബുക്കാണ് തുറക്കേണ്ടതെന്നുള്ള ആ ട്രെയിനിങ് ഡേറ്റ എടുക്കും. പിന്നെ അടുത്തതാണ് ലോസ് ഫംഗ്ഷൻ. ഒരു സ്കോർ ആ മോഡലിനോട് പറയും wrong its predictions are. അപ്പോ ഇതില് ലോവർ സ്കോർസ് ആണെങ്കിൽ ആ മോഡൽ നല്ലതാണെന്ന്. Gradient descent, a method to improve the model step by step by adjusting its internal math. അതാണ് ഗ്രേഡിയന്റ് ഡിസെന്റ്. ഇതിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കൺട്രോൾ അല്ല, ഇടയ്ക്ക് വല്ല നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ? ഞാൻ ചുമ്മാ അല്ല, അത് കറണ്ട് ഇല്ല, അവിടെ ഞാൻ ഫോണിലാണ് ക്ലാസ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ എന്നാലും അല്ലേ? കേൾക്കുന്നുണ്ടോ? നേരത്തെ കറണ്ട് പോയോ? എപ്പോ പോയി? ഇപ്പൊ പോയതോ? അല്ല, അത് ഇടക്കിടക്ക് പോയോണ്ടിരിക്കുന്നു. അത് ശരി. Controlled by a learning rate. Big steps make fast progress but might overshoot. Small steps are slower but more precise. അപ്പോ ഇതാണ് ഗ്രേഡിയന്റ് ഡിസെന്റ് എന്ന് പറയുന്നത്. അത് അഡ്ജസ്റ്റിംഗ് ഇറ്റ്സ് ഇന്റേണൽ മാത്ത് അങ്ങനെയൊക്കെയാണ് അത് പിക്ക് ചെയ്യുന്നത്. ബാച്ച് പ്രോസസ്. ഇൻസ്റ്റെഡ് ഓഫ് ലേണിംഗ് ഫ്രം വൺ എക്സാമ്പിൾ ആയിട്ട് മോഡൽ പ്രോസസ് മെനി എക്സാമ്പിൾസ്. അപ്പോ ഒരെണ്ണം ഒരു സമയത്തല്ല, ഒരു ബാച്ച് ആണ് പഠിക്കുന്നത്. അപ്പൊ ചെറിയ ബാച്ച് ആണെങ്കിൽ വളരെ വേഗം അത് ലേൺ ചെയ്യും, പക്ഷെ ആക്യുറസി കുറയും. ബിഗ് ബാച്ച് ആണെങ്കിൽ പഠിക്കുന്ന സ്ലോ ആവും, പക്ഷെ ബെറ്റർ ലേണിംഗ്. ചലഞ്ചസ് ഇൻ ന്യൂറൽ മോഡൽസ്. Forgetting distant words. RNNs often forget words from the beginning of long sentences. RNN ഒരു കുഴപ്പമായിട്ടാ പറയുന്നത്. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് റിമെമ്പറിങ് എവറിത്തിങ്. ട്രാൻസ്ഫോമേഴ്സ് അത്രയ്ക്ക് നല്ലതാണ്. അൺനോൺ വേർഡ്സ്. മോഡൽസ് മേ സ്ട്രഗിൾ വിത്ത് വേർഡ്സ് നോട്ട് ഇൻ ദിയർ വോക്കാബുലറി. അതിന് വോക്കാബുലറി ഇല്ലെങ്കിൽ അത് സ്ട്രഗിൾ ചെയ്യും. അതിന് ചെയ്യേണ്ടത് ബ്രേക്ക് വേർഡ്സ് ഇൻ സ്മാളർ പാർട്സ്. അപ്പൊ അതിന് ചെയ്യുന്നൊരു പരിപാടിയാണ് സബ് വേർഡ്സും ക്യാരക്ടേഴ്സും ആയിട്ട് ബ്രേക്ക് ചെയ്യാം. നമ്മളോട് ചോദിക്കുകയാണ് വൈ ആർ ന്യൂറൽ മോഡൽസ് ഫോർ? ദേ ലേൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ഓട്ടോമാറ്റിക്കലി. അതാണ് കാര്യം. അതിന്റെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം അത് ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കും. They are flexible, can work with the words, phrases or sentences. അപ്പോൾ അത് വേർഡ്സുമായിട്ട് വർക്ക് ചെയ്യും, ഫ്രേസസുമായിട്ട്, സെന്റൻസുമായിട്ട്. അത് ഫ്ലെക്സിബിൾ ആണ്. അത് വളരെ ഹ്യൂജ് വോക്കാബുലറി ഹാൻഡിൽ are less limited by training data sets. Modern tricks for better models. അപ്പോ പുതിയ ട്രിക്കുകളാണ് ബെറ്റർ മോഡൽസിന്. സബ് വേർഡ്സ് യൂസ് ചെയ്യുക, ക്യാരക്ടേഴ്സ്, ഫുൾ വേർഡ്സ് ടു ഹാൻഡിൽ അൺനോൺ ടേം. ആ വാക്കുകൾ അൺനോൺ ആണെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യും. അഡ്വാൻസ്ഡ് ഓപ്റ്റിമൈസേഴ്സ് ലൈക്ക് ആഡം ഹെൽപ് ദ മോഡൽ ലേൺ ഫാസ്റ്റർ ആൻഡ് മോർ ആക്യുറേറ്റ്ലി. അപ്പോ ആ മോഡല് ഫാസ്റ്റർ ആയിട്ട് ലേൺ ചെയ്യും, മോർ ആക്യുറേറ്റ് ആണ്. പിന്നെ പൈത്തന്റെ ലൈബ്രറീസ് പൈടോർച്ച് ആൻഡ് ടെൻസർഫ്ലോ ഡു ദ ഹാർഡ് മാത്ത് ടു അസ്. അപ്പൊ അതിന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അങ്ങനെയുള്ളത്
പൈപ്പ് ടോർച്ചും ടെൻസർ ഫ്ലോയും ഒക്കെ ചെയ്യും. അങ്ങനെ അത് ഈസിയർ ആകും. ഇതിനെ ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. What are the main types of neural language models discussed in the lecture? അപ്പോ പ്രധാനമായിട്ടുള്ള ന്യൂറൽ മോഡൽസ് ഒന്ന് കൺകാറ്റിനേഷൻ ബേസ്ഡ് ലാംഗ്വേജ് മോഡൽ, പിന്നെ RNN അത് റിക്കറന്റ് ന്യൂട്രൽ നെറ്റ്വർക്ക് ആണ്, പിന്നെ ട്രാൻസ്ഫോമർ ബേസ്ഡ് ലാംഗ്വേജ് മോഡൽ. ഇതാണ് 3 ന്യൂറൽ ലാംഗ്വേജ് മോഡൽസ് നമ്മൾ കണ്ടത്. അപ്പൊ ന്യൂറൽ ലാംഗ്വേജ് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുക എന്ന് വെച്ചാൽ എന്താ? അപ്പോ ട്രെയിനിങ് എ ന്യൂറൽ ലാംഗ്വേജ് മോഡൽ ഇൻവോൾവ്സ് adjusting its parameters such as weight matrix, word embedding to minimize the loss function and improve prediction accuracy for the next word in a sequence. അപ്പോ ഇതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുക, അതിന് വെയിറ്റ് മെട്രിക്സ് ഉണ്ട്, വേർഡ് എംബഡിങ് ഉണ്ട്, അതുവഴി അതിന്റെ മിനിമൈസ് ചെയ്യും ലോസ്, പ്രഡിക്ഷൻ ആക്യുറസി ഇംപ്രൂവ് ചെയ്യും. What data sets are required for training and evaluating that? Data set എന്താ വേണ്ട? A training set is used to fit the model parameters, and a distinct test set is used to evaluate model performance, typically using metrics like perplexity. Perplexity low, high ആണ് കൺഫ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോ ഇവിടെ ആ പെർപ്ലക്സിറ്റി കുറവായിരിക്കും. വാട്ട് ഈസ് പെർപ്ലക്സിറ്റി ആൻഡ് വൈ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇവാലുവേഷൻ മെട്രിക്സ്? അപ്പോ പെർപ്ലക്സിറ്റി മെഷർ ചെയ്യുന്നത് ഹൗ ലാംഗ്വേജ് മോഡൽ predicts a sequence of words. It is the exponential of the average negative log probability. Lower values indicating better performance. Concatenation based language നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിനകത്ത് വേർഡ് എംബഡിങ് ഉണ്ട്, ലീനിയർ പ്രൊജക്ഷൻ ലെയർ ഉണ്ട്, അതിനെ വേറൊരു വാക്ക് പറഞ്ഞ ഫീഡ് ഫോർവേഡ് ലെയർ എന്നാണ്. ഒരു നോൺ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ട്, അതിന് പറയുന്ന RELU ആൻഡ് EANH, and a softmax layer to generate output probabilities. എന്തിനാണ് ഈ കൺകാറ്റിനേഷൻ മോഡലിന്റെ ട്രെയിനിങ്ങിൽ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ്? അപ്പോൾ പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് വെയിറ്റ് മെട്രിക്സ് W1 and W2, word embedding that is C1 and C2. ആ പാരാമീറ്റർ അഡ്ജസ്റ്റിംഗ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. How does loss function help in training neural language model? The loss function measures how far model's predictions are from the true labels. Lower loss indicates better performance, guiding parameters adjustment to improve prediction. For lower ആണെങ്കിൽ നല്ലതാണ്. What are the properties of good loss function? A good loss function is smooth, differentiable, and accurately represents the model's error, facilitating effective gradient-based optimization. അടുത്തൊരു വാക്കാണ് what is cross entropy loss and why it is widely used in language model. Cross entropy loss measures the difference between the predicted probability distribution
and the ground truth. It is effective for classification, task, and helps models learn to assign high probabilities to correct labels. ഈ ഗ്രേഡിയന്റ് എന്താണ്, എന്ത് റോളാണുള്ളത്? Gradient indicates the direction and the rate of change of the loss function with respect to model parameters. It helps identify how to adjust. അതാണ് ഇതിന്റെ ഉദ്ദേശം. ഗ്രേഡിയന്റ് പാരാമീറ്റേഴ്സിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ലോസ് റെഡ്യൂസ് ചെയ്യാൻ. അതാണ് ഗ്രേഡിയന്റിന്റെ റോൾ. What is the purpose of learning rate in gradient descent? The learning rate controls the step size during gradient descent. A high learning rate speeds up convergence but risk overshooting minima, while allow a low learning rate ensures precision but may slow convergence. അപ്പോൾ ആ ലേണിംഗ് റേറ്റ് ഇൻ ഗ്രേഡിയന്റ് ഡിസെന്റ് പറഞ്ഞു. പിന്നെ ബാച്ച് സൈസ്, നമ്മൾ നേരത്തെ അതിന്റെ ആൻസർ കണ്ടതാ. ബാച്ച് സൈസ് ഡിറ്റർമിൻസ് ദ നമ്പർ ഓഫ് ട്രെയിനിങ് എക്സാമ്പിൾസ് പ്രോസസ്ഡ് ബിഫോർ ആൻ അപ്ഡേറ്റ് ഈസ് മെയ്ഡ്. Larger batch provides smoother gradients but require more computational results, while smaller batches are less stable but computationally light. പിന്നെ how does shuffling the training data affect the training process? Shuffling ensures that model sees different combination of data in each epoch, preventing overfitting to specific sequence and improving generalization. അതാണ് ആ ഷഫ്ലിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. How does the TANH activation function contribute to the neural network operation? TANH, Tenha, maps inputs to the range -1, 1, introducing non-linearly that enables the network to learn complex relationships. Its derivative is easy to compute, facilitating efficient backpropagation. What is backpropagation and why it's critical for neural network? Backpropagation computes gradients of the loss function with respect to model parameters using the chain rule of calculus. It enables efficient and systematic update to reduce the loss. അപ്പോ കാൽക്കുലസിന്റെ ചെയിൻ റൂൾ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് എഫിഷ്യന്റ് സിസ്റ്റമാറ്റിക് അപ്ഡേറ്റ് ടു റെഡ്യൂസ് ദ ലോസ് അത് കിട്ടും ബാക്ക് പ്രൊപ്പഗേഷൻ വെച്ച്. ഹൗ ഡസ് കാഷിംഗ് ഇന്റർമീഡിയറ്റ് കമ്പ്യൂട്ടേഷൻസ് ഇംപ്രൂവ് ബാക്ക് പ്രൊപ്പഗേഷൻ എഫിഷ്യൻസി? കാഷിംഗ് ആണ്. സ്റ്റോർ ഡെറിവേറ്റീവ്സ് ഓഫ് ഇന്റർമീഡിയറ്റ് ലെയേഴ്സ്, അതിന്റെ ഡെറിവേറ്റീവ്സ് സ്റ്റോർ ചെയ്യും കാഷിംഗിൽ. അപ്പോ അത് റീയൂസ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടിംഗ് ഗ്രേഡിയൻസ് ഓഫ് സബ്സീക്വന്റ് ലെയേഴ്സ്, റെഡ്യൂസിങ് റിഡോണ്ടന്റ് കാൽക്കുലേഷൻ. അപ്പൊ റിഡോണ്ടന്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന്റെ കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി കൂട്ടുന്നുണ്ട്. അത് ബാക്ക് പ്രൊപ്പഗേഷൻ എഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടത്. പിന്നെയുള്ളത് സോഫ്റ്റ് മാക്സ് ഇൻ ദ ഔട്ട്പുട്ട് ലെയർ ഓഫ് എ ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽ. Softmax converts the output logits into a probability distribution over the vocabulary, ensuring values sum to 1 and interpretable as possible probably. Why do modern models use subwords or characters instead of full words in their vocabulary? Subwords and character address out of vocabulary issues. അപ്പോൾ പരിചയമില്ലാത്ത വാക്കുകൾക്ക് വേണ്ടിയുള്ള ആൻഡ് റെഡ്യൂസ് പേഴ്സിറ്റി കുറയ്ക്കാനാണ്. allowing to the model to generate probabilities for unseen words
by decomposing them into non-subunits. അറിയുന്ന ചെറിയ പദങ്ങളായിട്ട് ഡീകമ്പോസ് ചെയ്ത് അതിന്റെ പ്രോബിലിറ്റി നോക്കുക ചെയ്യും. What is the relationship between cross entropy and information theory? Cross entropy measures difference between two probability distributions, indicating how much additional information is needed for the predicted distribution to match the true distribution. What is the about the cross entropy and ബന്ധപ്പെട്ടില്ല? What is the advantage of using advanced optimizers like Adam over simple gradient descent? Advanced optimizers adapt the learning rate dynamically based on past gradients and second order terms, accelerating convergence and improving